ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ്നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. പ്രണയം എന്ന് പറയുന്നത് ഏറ്റവും കാമുകൻ്റെ ഏറ്റവും നല്ല മുഖം കാണിച്ചിട്ടുള്ള ഒരു ഫാൻറ്റസി വേൾഡ് തന്നെയാണല്ലേ. അത് കഴിഞ്ഞ് വിവാഹം എന്നുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള പിക്ചറിലേക്ക് വരുമ്പോൾ അവർ പ്രണയകാലത്ത് കണ്ട കാമുകനുമായിട്ട് വിവാഹത്തിലെ ആ ഭർത്താവിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഒരു പക്ഷേ അയാൾ ഒട്ടും ആക്റ്റീവ് ആവാതെ ഒരു ജോലിക്കും പോവാതെ ഉള്ള ജീവിതഭാരം മുഴുവനും അവരിലേക്ക് ഏൽപ്പിക്കും. അതല്ലെങ്കിൽ അയാൾ ആ ഒരു സ്ട്രേഞ്ചറെ പോലെ പെരുമാറും. പല രീതിയിലുള്ള അനുഭവങ്ങൾ പ്രണയകാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല പെൺകുട്ടികളും അനുഭവിക്കേണ്ടി വരുമ്പോൾ ചില പെൺകുട്ടികളെങ്കിലും തളർന്നു വീഴാറുണ്ട്, തിരിച്ച് വീട്ടിലേക്ക് അഭയം തേടി പോവാറുണ്ട്. ചില പെൺകുട്ടികളാവട്ടെ ആ ജീവിത സാഹചര്യത്തോട് മാക്സിമം ഒരു അതിജീവനത്തിൻ്റെ ഒരു മുഖമായിട്ട് മാറുന്ന ഒരു കാഴ്ച കാണാം. അത് നമ്മളുടെ കുഞ്ഞാറ്റയെ പറ്റിയിട്ടാണ് കേട്ടോ. കുഞ്ഞാറ്റ പ്രണയവിവാഹമാണ്. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ അവർ വിവാഹിതരായവരാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് 2-3 ദിവസം വിവാഹാനന്തരം അവർ വേറെ താമസാക്കിയതാണ്. പിന്നെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുമ്പോൾ ജീവിതഭാരങ്ങൾ കൂടി ഇപ്പോൾ കുഞ്ഞായപ്പോഴൊക്കെ അവരുടെ ജീവിതം അവർക്ക് നേരെ ഒരു വെല്ലുവിളിയായിട്ട് ഉയർന്നപ്പോൾ ഒരിക്കലും അവർ ആ ജീവിതത്തിൽ സ്വന്തം ഭർത്താവിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അയാൾ ജോലി പ്രോപ്പർ അല്ലാത്തൊരു ജോലിയായിട്ട് അയാളിങ്ങനെ അലയുമ്പോൾ ആ ജീവിതഭാരം മുഴുവൻ ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് അവരെ ഏറ്റെടുക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. ഒരു മൾട്ടി ടാസ്കറായിട്ട് എല്ലാ രീതിയിലും ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള കുഞ്ഞാറ്റ ഇപ്പോൾ ഒരു ബ്യൂട്ടീഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. അവർക്ക് ചെയ്യാവുന്ന എല്ലാ രീതിയിലും വരുമാനം ഉണ്ടാക്കുന്നു. ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ സ്വർണങ്ങളായിട്ട് വാങ്ങിച്ചു കൂട്ടുന്നു. അങ്ങനെ കുറച്ച് സ്ഥലം വാങ്ങുന്നു. പിന്നെയും അവരുടെ ജീവിതം, അവരുടെ ചെറിയ ജീവിത ചെലവുകൾ, അവരുടെ കുഞ്ഞ്, അങ്ങനെ ജീവിതത്തിനെ ചിട്ടയായിട്ട് അവരുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ആ പെൺകുട്ടി നേടിയത് തീർച്ചയായിട്ടും ആ പെൺകുട്ടി ആ ജീവിതത്തിൽ അനുഭവിച്ച കുറേ തിക്ത അനുഭവങ്ങൾ തന്നെയായിരിക്കും. പ്രണയവിവാഹം ആയതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലേക്കും തിരിച്ചു പോകാൻ വയ്യ. അതേസമയം ഭർത്താവിൻ്റെ വീട്ടിലും അവർക്ക് നിലനിൽപ്പില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് കുറച്ച് ഇടച്ചിലായി. പിന്നെ ജീവിതം അവരെ സംബന്ധിച്ചിടത്തോളം ജീവിച്ച് കാണിക്കേണ്ട ഒരവസ്ഥ വരെയാണ്. നിങ്ങളിങ്ങനെ പ്രണയം വിവാഹം ആയതുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണല്ലോ എന്നൊക്കെ കൈ ചൂണ്ടുന്നവർക്ക് നേരെ അല്ല, ഞങ്ങൾ നന്നായി ജീവിക്കും എന്നുള്ളൊരു വാശിയോടുകൂടി ആ ജീവിതം ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് ഒരു മൾട്ടി ടാസ്കറായിട്ട് അവർ മാറുന്നൊരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ കുഞ്ഞാറ്റ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയമാണ്. പക്ഷേ അവരതിൽ എക്സ്പെർട്ട് ആവാണ്. ഒരു മണവാട്ടിയെ അണിയിച്ചൊരുക്കുമ്പോൾ സാമാന്യം മോശമല്ലാത്തൊരു വരുമാനം ഇന്ന് കിട്ടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അല്ലേ. കുഞ്ഞാറ്റ എന്ന ആ പെൺകുട്ടിയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഗുണം, അവൾ ഒരിക്കലും 24-25 വയസ്സായ ഒരു പെൺകുട്ടി എടുത്തുചാട്ടം മൂലം ഒരു വിവാഹം, അതിനെ തുടർന്ന് ഭർത്താവ്, കുഞ്ഞ്, അങ്ങനെ ഒരു പ്രാരാബ്ധ ജീവിതത്തിൽ പെടുമ്പോൾ പണ്ടത്തെ പോലെ അച്ഛൻ്റെയും അമ്മയുടെയും എന്താ പറയുക ഓമനക്കുട്ടിയായിട്ട് നടന്ന് ആ ജീവിതം എൻജോയ് ചെയ്യാനുള്ള ഒരു സമയത്ത് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും ഏറ്റ് യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്കാണ്. തനിക്ക് അറിയാവുന്ന തൊഴിലുകളെല്ലാം പൈസയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. യൂട്യൂബറാണ്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യണു. അതിലൂടെ അതിൻ്റെ ഒപ്പം തന്നെ നഴ്സിംഗ് പഠനം, ടെസ്റ്റുകൾ എഴുതൽ, അങ്ങനെ എല്ലാ രീതിയിലും ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു മദർ. എന്തുകൊണ്ടാണ് അവർക്കിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യം, അവരുടെ ചെറുപ്പം എല്ലാ രീതിയിലും അവരെ ഹെൽപ്പ് ചെയ്യണു എന്നുള്ളതൊരു കാര്യമാണ്. രണ്ടാമതായിട്ട് അവരുടെ കുഞ്ഞ് എന്നുള്ള ആ പ്രതീക്ഷ, അവരെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആ കുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ തനിക്കിനി ഒരമ്മ എന്നുള്ള നിലയിൽ എന്താ ചെയ്യാൻ പറ്റുക? പഠിക്കണം, ജോലി കിട്ടണം, അതുവരെ ജീവിക്കണം, വാടക കൊടുക്കണം, വാടക വീട്ടിലാണ്, 2 വീട്ടിലും അല്ല. അപ്പോൾ അതും അവരുടെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതി തന്നെയാണ്. ഹസ്ബൻഡിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻകം ഉണ്ടാവുന്ന വരെ തീർച്ചയായിട്ടും ഈ ജീവിതഭാരം മുഴുവൻ എൻ്റെ ചുമതലയിലാണ് എന്ന് യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാൻ പല പെൺകുട്ടികൾക്കും കഴിയാത്തത് കൊണ്ടാണ് അവർ തിരിച്ച് വീട്ടിൽ നിന്ന് പൈസയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി പേരൻസിനെ ആശ്രയിക്കുന്നത് അല്ലേ. ഈ കേസിൽ കുഞ്ഞാറ്റ ഒരിക്കലും സ്വന്തം വീട്ടിൽ ചെന്ന് കൈ നീട്ടുന്നില്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പരാതി പറയുന്നില്ല. അവരുടെ ജീവിതം അവരുടെ മാത്രം ഒരു ചുമതലയാണെന്നുള്ള തിരിച്ചറിവ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ പോലെയുള്ള കുട്ടികൾ സ്വതന്ത്രമായിട്ട് അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമുള്ള ഡ്രസ്സുകളും എല്ലാ രീതിയിലും സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കേണ്ട ഒരു പ്രായത്തിൽ ഒരു ഭാര്യ, ഒരു കുഞ്ഞിൻ്റെ അമ്മ എന്നുള്ള ഒരു ജീവിത യാഥാർത്ഥ്യമായിട്ട് വേഗം പൊരുത്തപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യം. പിന്നെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ കുറച്ച് പൈസ കൂട്ടി വെച്ച് സ്വർണ്ണമായിട്ട് എടുത്ത്
അത് ഒരു സേവിങ്സ് ആയിട്ട് എന്തെങ്കിലും വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. പല രീതിയിലും ഇപ്പോൾ തൻ്റെ ജീവിതം ഇങ്ങനെ ഒരവസ്ഥയിൽ വരുമാനം കുറയുമ്പോൾ അതിനനുസരിച്ച് ഭക്ഷണ കാര്യത്തിലടക്കം ചുരുക്കം ഭാവിച്ച് ജീവിക്കുക. പിന്നെ അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു വെല്ലുവിളിയുണ്ട്, തീർച്ചയായിട്ടും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതിൽ നിന്ന് കുറച്ച് വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം അപ്പുറത്തുള്ള ആളുകൾ വീക്ഷിക്കുമ്പോൾ ഇവള് നന്നായി ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ അവരുടെ മുന്നിൽ തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശി കൂടി ആ ഭാഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പല പെൺകുട്ടികളും തളർന്നു വീണ് അല്ലെങ്കിൽ ആത്മഹത്യയെപ്പറ്റി അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഓടിച്ചെന്ന് കരഞ്ഞ് അപേക്ഷിക്കുന്ന ആ സമയത്താണ് കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ ഒരു അതിജീവനത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിജീവനത്തിൻ്റെ ഒരു പാതയിലാണ്. എങ്ങനെയായാലും ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം ഈ ജീവിതത്തിൽ ഉറപ്പിക്കും, ഒരു തൊഴിൽ നേടും, എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിനിയോഗിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതമാക്കും, ഞങ്ങൾക്കൊരു വീടുണ്ടാക്കും എന്നൊക്കെയുള്ള ഒടുക്കത്തെ ആത്മവിശ്വാസം. ഈ ചെറിയ പ്രായത്തിലായതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസത്തിനനുസരിച്ച് അവരുടെ ശാരീരികമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഊർജ്ജസ്വലത അവർക്കവിടെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ വിഷു ദിനത്തിൽ കുഞ്ഞാറ്റയുടെ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.